Off-road rides with Vespa. നമ്മളങ്ങനെ സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടാണുള്ളത്. ഡെൽതാവും പച്ചപ്പും നിറഞ്ഞ ഒരു റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഹായ് ഗൈസ്, I got the boys with me, at least the boss in favor. La 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 la. ഓഫ്-റോഡ് വൈബ്സ് ആണ് ഗൈസ്, ഓഫ്-റോഡ് വൈബ്സ്. ആർ യു റെഡി? അഞ്ചു വെള്ള ചളിയിൽ അവൻ റെഡിയാണോ? മട്ടി ചളിയിലെന്നെ വെള്ളം പാവട ഇപ്പൊ ബ്രൗൺ കളറാവും ഗൈസ്. ഓ മൈ ഗോഡ്. എടാ ചളി ഞാൻ കാണിച്ചില്ലേ? ഞാനും കിട്ടൂല, ഞാൻ ഡ്രൈവർ. സീനാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. പേടിയാണ് സൗണ്ട് എടുത്തിട്ട്. ഇവിടെ ആയിട്ട് വീണ പിന്നെ ജീവിതമില്ല. കാലം തിരകിട്ടകാലം തിരകിട്ടകാലം മാറും. എല്ലാരും ഉണ്ട് ഗൈസ്, നമ്മളെ ഫോളോ ചെയ്യുന്നു. നമ്മളാണ് വഴി കാട്ടി കൊടുക്കുന്നത്. ഫുൾ ഓഫ് റോഡ്. ഇതൊരു ബീച്ചിലേക്കുള്ള വഴിയാണ്. Can you believe that? I can't believe this. Okay, I'll study. ഇത് എവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, റെഡി? ഓക്കെ. വണ്ടി ഓഫ് റോഡ്. ഇറങ്ങി അതാ കുഞ്ചിറങ്ങി നടന്നോ. കൊടുക്കുമ്പോ ചിലപ്പോ ബാലൻസ് നമ്മള് വേറെ ആരും പോകാത്ത വഴിയിലൂടെയാണ് പോകുന്നത്. ഓരെല്ലാം ഏതോ സൈഡിലൂടെ കൊടുക്കുന്നു. ഇവിടെ സ്വന്തമായിട്ട് വഴി കണ്ടു. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഈസ് ഗോയിങ് ഓൺ. എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവളാണ് എന്തായാലും ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കും. വൺ ആൻഡ് ഓൺലി ഡ്രൈവർ ശാലമായിരിക്കും. ബട്ടർഫ്ലൈ ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഇരിക്കുന്നു. കൈ കൊടുങ്ങ എന്റെ കൈ അവിടുന്ന് ടെൻഷനല്ലേ. അവിടെ എല്ലാം പോയി. ഞാൻ വരേണ്ടതായിരുന്നു. ആരോ സ്പീഡിൽ പോകാൻ പറഞ്ഞേ? ശാലിമ വീണു. ഞാൻ പരിക്ക് നമ്പർ 1, പരിക്ക് നമ്പർ 2. ശാലിമ ഒക്കെ എല്ലാരും അങ്ങനെ ഉന്തിയിട്ടിരിക്കുന്നു ഗൈസ്. ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് നമ്മൾ എത്താൻ ഇനി 2.5 കിലോമീറ്റേഴ്സ്. നമ്മൾ വീണു ഗൈസ്. ചട്ടരവി യാത്ര കണ്ടിന്യൂസ്. കുണ്ടിലു അല്ല എന്തേ കൊന്തേ ചാണകവും ഉണ്ട്. നമ്മൾ ഇവിടെ എത്തി. ഇനി അടുത്തത് ഇവിടെയാണ് ടാസ്ക് നമ്പർ. തേങ്ങയാണോ നടക്കുന്നത് ഇവിടെ? ഇത് നടക്കില്ലാത്ത തോന്നുന്നല്ലോ.
രാജി നമ്മ ഗോവയിൽ വന്നിട്ട് ഒരു നല്ല സാധനം ഇല്ലാന്ന് പറയുന്നതാണ്. ഹബീബി ഇതെല്ലാം കളറൊക്കെയാണ്. ഇത് നമ്മളെ ഫൈനലി നമ്മള് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. നമ്മളിനി നേരെ നേരെ എങ്ങനെ വന്ന ടീമെന്നറിയോ? ഫൈനലി നമ്മൾ അപർണയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അവള് പാർന്നെത്തിയിട്ടുണ്ട്. എല്ലാരും നോക്കി കണ്ടു ഇറങ്ങുക. ഇത്ര പേരുള്ളൂ. വീക്കുന്നത് ഞാൻ മാത്രമേ കൂടുതലുണ്ടോ? കൂടെ പോകുമ്പോ എന്നെ കൊണ്ടുപോകുന്നത്. അല്ലേ നമ്മ രണ്ടാളും കൂടെ ബൈക്കിൽ പോയതാട്ടോ. പിന്നെ അവർ ശാലി വീട് ശാലി എന്നെ കെട്ടിപ്പിടിച്ചിരുന്നോ. കെട്ടിപ്പിടിച്ചതിന് ശേഷല്ലേ ഓക്കെ ഗൈസ് നമ്മൾ ഒരു വീഴ്ചയ്ക്ക് ശേഷം അടുത്ത വീഴ്ചയ്ക്ക് പോവുകയാണ്. ഗൈസ് നമ്മളിതാ ഇപ്പൊ ഒരു 200 മീറ്റേഴ്സ് കൂടി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് എത്തും. വഴിയാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. നല്ല ചിന്തിച്ചു ശാലി. എങ്ങനെയുണ്ട്? നല്ല സുണ്ട്. ഇതാണ് ബീച്ച്. ഫൈനലി ഭയങ്കര വെയിലാണ്. കഷ്ടപ്പെട്ടെത്തിയ ഒരു ലൊക്കേഷനാണ് ഇത്. കണ്ണാനെ കണ്ട പോലെ. ഒറ്റത്താടി കളിക്കുന്ന കണ്ണാടികൾ. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് ഫുഡ്. എത്തി ഓടി 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 ഓടോ ഓട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ എൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ ഫുഡ് കഴിക്കാൻ കടന്നു തുടങ്ങുക. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. വേറെ എന്തെങ്കിലും അറിയോ മാഡം? കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞു. Shopping through Goa streets. Hello. Full shell. അപ്പോൾ ഗൈസ് നമ്മൾ വേഗം പാക്കപ്പ് ചെയ്തിട്ട് പോവുകയാണ്. അക്കിക്ക് മാത്രം. അങ്ങനെ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ബൈ. പാക്കപ്പ്. നമ്മുടെ ഗോവ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ ബൈ ബൈ. വൺ ലാസ്റ്റ് ഗുഡ് ബൈ. പറയൂ എന്താ പറയാനുണ്ട് അഞ്ജലി ശ്രീനിവാസ്? ഞാൻ അടുത്തൊരു ട്രിപ്പ് കണ്ടുപിടിക്കണം. മോട്ടിവേഷൻ ഫോർ ലൈഫ് ഒന്നും പറയില്ല. അപ്പൊ ഗൈസ് നമ്മൾ പോവുകയാണ്. നമ്മളെ ക്യാബ് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ക്യാബ് ആദ്യമായിട്ട് നമ്മളെല്ലാരും നേരത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാത്തിക്കുന്നത് വേറൊരു ആള്. അതാന്ന് നമ്മളെ ക്യാബ്. ഫൈനലി ഓക്കെ അതല്ല നമ്മളെ ക്യാബ് പെട്രോൾ അടിക്കാം. ശരി
നമ്മള് പോവുകയാണ്. ചാച്ചാ. ക്യാബൊക്കെ വന്നു ഗൈസ്. നാട്ടിലേക്ക് വണ്ടി നമ്മള് ട്രെയിന് മിസ്സാവുന്ന പോലെ ഉണ്ട്. ബിക്കോസ് ഇയാളെത്തിയ തന്നെ ഹാഫ് ആൻ അവർ ഇയാളൊരു മലയാളിയാണ്. നമ്മുടെ കറി വിളിച്ചതല്ല അയാൾ കേട്ടു. സാരമില്ല, നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതുവരെ ഒന്നും കിട്ടാണ്ട് പോയിട്ടില്ല അല്ലേ? ഫോണ് ട്രെയിനിൽ വെച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്ന ഡൊമിനിയായി. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഗൈസ് പെനി പിടിച്ചു. പെനി അലൗഡല്ലേ? നമ്മളെ മെട്രോ പുറത്താക്കി. മൂഞ്ചി ഗൈസ്, പെനി മൂഞ്ചിയിരിക്കുന്നു. നമ്മളെ ട്രെയിനിന് പുറത്താക്കി. എന്താ ചെയ്യാ? ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നു. ക്യാബ് ബുക്ക് ചെയ്യാ. അപ്പൊ നമ്മള് പച്ചവെള്ളം വരെ കുടിക്കാണ്ടാണ് നേരെ മെട്രോയിലേക്ക് കയറിപ്പോയെ. അവിടെ നമ്മളെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ ഫൈനലി എത്തിച്ചിരിക്കുന്നു. സേഫ് ആണ്, നമ്മൾ സേഫ് ആയിട്ട് എത്തിയിരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് പാർട്ടി ബിഗൻസ്.